അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ സയ്യിദിന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സത്യം അംഗീകരിക്കാൻ ഇഷ്ടപ്പെടാത്ത ജനത്തിന് അതിവിനാശകരമായ ശിക്ഷയുണ്ട് എന്ന് പറഞ്ഞല്ലോ. അതായത് പരലോകത്തെക്കുറിച്ച് ഒട്ടും ചിന്തിക്കാതെ ചിന്ത മുഴുവനും ഇഹലോകത്തിൽ കേന്ദ്രീകരിച്ചവർ, ഇഹലോകത്തിലെ കാര്യലാഭത്തിനും സുഖസൗകര്യങ്ങൾക്കുമായി പരലോക നഷ്ടം വിലക്കു വാങ്ങാൻ അവർക്ക് സാധിക്കും. പക്ഷേ പരലോക വിജയത്തിനും സന്ദേശത്തിനും വേണ്ടി ഐഹികമായ ഒരു നഷ്ടവും ഒരു വിഷമവും ഒരപകടവും ഒരു സന്തോഷത്തിൻ്റെ നിഷേധം പോലും സഹിക്കാൻ അവർക്ക് സാധ്യമല്ല. അവർ ഇഹവും പരവും തുലനം ചെയ്ത് മനസ്സമാധാനത്തോടെ ഐഹിക ജീവിതത്തെ തിരഞ്ഞെടുക്കുന്നു. പരലോക ജീവിതത്തിൻ്റെ താല്പര്യം ഭൗതിക ജീവിത താല്പര്യവുമായി കൂട്ടിമുട്ടുമ്പോൾ പാരത്രിക വിജയം ഒഴിവാക്കിക്കൊണ്ട് തന്നെ മുന്നോട്ട് പോകണമെന്ന് അവർ തീരുമാനമെടുത്തിരിക്കുന്നു. അതായത് അള്ളാഹുവിൻ്റെ തൃപ്തി കാംക്ഷിച്ചുകൊണ്ട് ജീവിക്കാൻ അവൻ ആഗ്രഹിക്കുന്നില്ല. മറിച്ച് അള്ളാഹുവിൻ്റെ ധ്യേയം തൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ആവണമെന്നാണ് അവൻ്റെ ആഗ്രഹം. അവൻ്റെ ചിന്തയും സിദ്ധാന്തങ്ങളും ഊഹങ്ങളും അനുമാനങ്ങളുമെല്ലാം തൻ്റെ ആദർശത്തിൽ അവൻ കടത്തിക്കൂട്ടും. എന്നാൽ തൻ്റെ തലച്ചോറിൽ ഒതുങ്ങാത്ത ഒരു ആദർശത്തിനും അവൻ്റെ ചിന്താരീതിയിൽ സ്ഥാനമുണ്ടായിരിക്കുകയില്ല. തൻ്റെ എല്ലാ ആചാര സമ്പ്രദായങ്ങൾക്കും അനുവാദം നൽകുന്നതായിരിക്കണം അവൻ്റെ ആദർശം. തനിക്കിഷ്ടമില്ലാത്തതൊന്നും അതവനോട് ആവശ്യപ്പെടാൻ പാടില്ല. അവൻ പിടിയിലൊതുക്കിയ അടിമയായിരിക്കണം അത്. അവൻ തൻ്റെ പിശാചിൻ്റെ മനസ്സിനെ പിൻപറ്റി എങ്ങോട്ട് തിരിയുന്നുവോ അങ്ങോട്ടെല്ലാം അത് തിരിയണം. അതൊരിക്കലും അവനെ തടയുകയോ അതിൻ്റെ മാർഗത്തിലേക്ക് തിരിച്ചുവിടാൻ ശ്രമിക്കുകയോ ചെയ്യരുത്. അള്ളാഹു ഇങ്ങനെയുള്ള ഒരു ദീൻ അയക്കുമ്പോൾ മാത്രമേ അവൻ അള്ളാഹുവിൻ്റെ വാക്കുകൾ അനുസരിക്കാൻ തയ്യാറാവുകയുള്ളൂ. അതോടൊപ്പം തന്നെ അവർ ഭൗതിക ജീവിതത്തിന് മുൻഗണന നൽകുകയും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിന്ന് ജനങ്ങളെ തടയുകയും ആ മാർഗം താൻ ഇഷ്ടപ്പെട്ട വിധത്തിലായിത്തീരണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്നവരാണ്. അവരാണ് വഴികേടിൽ ബഹുദൂരം അകന്നു പോയവർ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. വാഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.